ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടൈംസ് ഇൻ പാർട്ട്, അതായത് പാർട്ടിൻ്റെ പാർട്ട് എന്നൊക്കെ പറയാം അല്ലേ. എന്താണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കുന്നത്? ഒരു എക്സാമ്പിൾ നോക്കൂ. 2 liters of milk is used to fill 3 bottles of the same size. A quarter of one such bottle is poured into a glass. How much milk is in the glass? അതായത് 2 ലിറ്റർ മിൽക്ക് ഉണ്ട്. ആ 2 ലിറ്റർ മിൽക്ക് യൂസ് ചെയ്ത് 3 ബോട്ടിൽസ് ഫില്ല് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു ബോട്ടിലത്തെ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി എത്രയായിരിക്കും? മിൽക്ക് ഇൻ 1 ബോട്ടിൽ ഈക്വൽ ടു മിൽക്ക് ഇൻ 1 ബോട്ടിൽ, അല്ലെങ്കിൽ ഈച്ച് ബോട്ടിൽ ഈക്വൽ ടു എന്താ വരിക? 1/3 ഓഫ് 2 അല്ലേ? 1/3 ഓഫ് 2 ആണ്. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു 2, 2/3. ഓരോ ബോട്ടിലും 2/3 ലിറ്റർ മിൽക്കാണ് വരുന്നത്. ഓക്കെ, ഇതിലൊരു ബോട്ടിലത്തെ മിൽക്ക് എടുത്തിട്ട് എന്ത് ചെയ്തു? ആ ബോട്ടിലിൻ്റെ 1/4 പാർട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഗ്ലാസ്സിൽ എത്ര ലിറ്റർ മിൽക്ക് ഉണ്ടായിരിക്കും? മിൽക്ക് ഇൻ ഗ്ലാസ് ഈക്വൽ ടു മിൽക്ക് ഇൻ ഗ്ലാസ് ഈക്വൽ ടു 1/4 ഓഫ് 2/3 അല്ലേ? 2/3ൻ്റെ 1/4 പാർട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ എത്ര വരും? 1/4 ഇൻറ്റു 2/3, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3 ഈക്വൽ ടു 2/12. 2/12 ലിറ്റർ മിൽക്കാണ് ആ ഗ്ലാസ്സിൽ ഉള്ളത്. ഓക്കെ, അതാണ് 2/3ൻ്റെ 1/4 പാർട്ട് എന്ന് പറയുന്നത് 2/12 ആണ്. 2/12 ലിറ്റർ മിൽക്ക് എന്തായാലും ആ ഗ്ലാസ്സിലുണ്ടായിരിക്കും. എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ രണ്ടും ഫ്രാക്ഷൻസ് ആയിരുന്നു അല്ലേ? 1/4 ഇൻറ്റു 2/3 രണ്ട് ഫ്രാക്ഷൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ പഠിച്ചത്. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 1ഉം 2ഉം, 1 ഇൻറ്റു 2. അതിന് ശേഷം ഡിനോമിനേറ്റേഴ്സിൽ വരുന്ന നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2/12. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. 1/2 kilogram ഓഫ് റൈസ് ഈസ് ഈക്വലി ഫിൽഡ് ഇൻ 4 bags. ഇഫ് വി ടേക്ക് 3 such bags together, how much rice do we get? അതായത് 1/2 kilogram റൈസ് 4 ബാഗ്സിലാക്കിയിട്ട് ഫില്ല് ചെയ്തു. അപ്പോൾ ഓരോ ബാഗിലും എത്ര കിലോഗ്രാം റൈസ് ഉണ്ടായിരിക്കും? റൈസ് ഇൻ 1 ബാഗ്, റൈസ് ഇൻ 1 ബാഗ് ഈക്വൽ ടു 1/4 ഓഫ് 1/2. That is 1/4 into 1/2. It is equal to 1/8. 1/8 കിലോഗ്രാം റൈസാണ് ഓരോ ബാഗിലും ഉള്ളത്. ഇഫ് വി ടേക്ക് 3 such bags together, how much rice do we get? അതായത് 1/8 കിലോഗ്രാം റൈസുള്ള 3 ബാഗ്സുകൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഈ 3 ബാഗ്സിലും കൂടി എത്ര കിലോഗ്രാം റൈസ് ഉണ്ടായിരിക്കും? എങ്ങനെ കണ്ടെത്തുക? ടോട്ടൽ റൈസ് ഇൻ 3 bags ഈക്വൽ ടു 3 ഇൻറ്റു 1/8 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3/8 കിലോഗ്രാം. ഒരു ബാഗിൽ 1/8 കിലോഗ്രാം ആണെങ്കിൽ 3 ബാഗിൽ 3/8 കിലോഗ്രാം
റൈസ് ഉണ്ടായിരിക്കും കേട്ടോ. ഒന്നിച്ച് നമ്മൾ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 3 ബാഗ്സിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 3/8 കിലോഗ്രാം ആയിരിക്കും. ഇനി എന്ത് ചെയ്യാം, ഇതുമായി ബേസ് ചെയ്തിട്ടുള്ള കുറേ പ്രോബ്ലംസ് ടെക്സ്റ്റിലുണ്ട്. ആ പ്രോബ്ലംസ് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദി ലൈൻ AB 12 centimeters long, mark C on it such that AC is 2/3 of AB. Mark D such that AD is 1/4 of AC. What fraction of AB is AD? 12 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ളൊരു ലൈന് വരച്ചിട്ട് അതിനെന്ത് ചെയ്യാണ്, പാർട്ടുകളാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ പാർട്ടിൻ്റെയും ലെങ്ത്ത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഓക്കെ, ഫസ്റ്റ് നോക്കൂ, AB 12 ആണ് തന്നിട്ടുള്ളത്. AB ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. ഇനി മാർക്ക് C ഓൺ ഇറ്റ് സച്ച് ദാറ്റ്, എ ബിയിൽ C എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. A മുതൽ C വരെയുള്ള ലെങ്ത്ത് എന്താണ്, 2/3 ഓഫ് AB ആണ്. അപ്പോൾ AC ലെങ്ത്ത്, A മുതൽ C വരെയുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 2/3 ഓഫ് AB. AB എന്ന് പറയുമ്പോൾ ABയുടെ ലെങ്ത്ത് 12 ആണ് അല്ലേ. അപ്പോൾ 2/3 ഇൻറ്റു 12 ദാറ്റ് ഈസ് 24 ഡിവൈഡഡ് ബൈ 3. 24നെ 3 ഡിവൈഡ് ചെയ്യണം. 24/3 എന്ന് പറയുമ്പോൾ 8. 24ന് 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 8 സെൻറ്റിമീറ്റർ കിട്ടും. നെക്സ്റ്റ് നോക്കൂ, മാർക്ക് ഡി മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ADയുടെ ലെങ്ത്ത്, ഡി മാർക്ക് ചെയ്യണമെങ്കിൽ A മുതൽ D വരെയുള്ള ലെങ്ത്ത് നമുക്ക് അറിയണം അല്ലേ. 1/4 ഓഫ് AC ആണ് ഡിയുടെ ലെങ്ത്ത്, ADയുടെ ലെങ്ത്ത്. അപ്പോൾ 1/4 ഓഫ് 1/4 ഓഫ് 1/4 ഓഫ് ACയുടെ ലെങ്ത്ത് 8 ആണല്ലോ കിട്ടിയത്. ദാറ്റ് ഈസ് 8/4. 8/4 ഈക്വൽ ടു 2. നെക്സ്റ്റ് നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്ത് 12 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ളൊരു ലൈന് വരയ്ക്കാം. ഓക്കെ, ആ ലൈനിന് AB എന്ന് പേര് കൊടുക്കുക. നമ്മുടെ ABയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. ഈ C എന്ന് പറയുന്ന പോയിന്റ് അതിൽ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ Aയിൽ നിന്നും Cയിലേക്കുള്ള ഡിസ്റ്റൻസ്, അകലെന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 8 സെൻറ്റിമീറ്റർ എൻഡ് ചെയ്യുന്ന പോയിൻ്റാണ് C. ഇവിടെ Aയിൽ നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് 8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഒക്കെ ഈ ഒരു 12 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈനിൽ തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത്. 8 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് C എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ A മുതൽ C വരെ 8 സെൻറ്റിമീറ്റർ ആണ്, നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് D എന്ന് പറയുന്ന പോയിൻ്റാണ്. D എന്ന് പറയുന്ന പോയിന്റ് Aയിൽ നിന്നും 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത്. Aയിൽ നിന്നും 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ്. അപ്പോൾ ഏകദേശം നിങ്ങൾ സ്കെയിൽ ABയിൽ വെച്ചിട്ട് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആയിരിക്കും D എന്ന് പറയുന്ന പോയിന്റ്. A മുതൽ D വരെ ഡിസ്റ്റൻസ് 2 സെൻറ്റിമീറ്റർ. ഓക്കെ, ഈ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഫ്രാക്ഷൻ ഓഫ് AB ഈസ് AD. AB എന്ന് പറയുന്നത് ADയുടെ ഏത് ഫ്രാക്ഷനാണ് വരുന്നത്. അപ്പോൾ AB ഈക്വൽ ടു നമുക്ക് എന്തറിയാം, ADയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. അപ്പോൾ AB ഈക്വൽ ടു 6 ടൈംസ് ഓഫ് AD. ഓക്കെ, കാരണം ADയുടെ ലെങ്ത്ത് 2 ആണ്, AB 12 ആണ്. അപ്പോൾ 6 ടൈംസ് ഓഫ് AD ആണ് വരുന്നത്. 6 ഇൻറ്റു 2 ദറ്റ് ഈസ് ഈക്വൽ ടു 12. കണ്ടോ, 6 ടൈംസ് ഓഫ് AD എന്ന് പറയുന്നത് ABക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഫ്രാക്ഷൻ ചോദിക്കുമ്പോൾ 6 ടൈംസ് ഓഫ് AD എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി ADയുടെ ആണ് ചോദിക്കുന്നതെങ്കിലോ AD ഈക്വൽ ടു AB ഇൻറ്റു 1/6. AD എന്ന് പറയുന്നത് ABയുടെ 1/6 പാർട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 meter long rope is cut into 5 equal pieces.
What is the length of 3/4 of one piece? How many centimeters is this? 2 മീറ്റർ ലെങ്ത് ഉള്ളൊരു റോപ്പ് എന്ത് ചെയ്തു 5 ഈക്വൽ പീസസ് ആക്കി കട്ട് ചെയ്തു. അപ്പോൾ ഒരു പീസിൻ്റെ ലെങ്ത് എത്ര ആയിരിക്കും വരിക? ലെങ്ത് ഇൻ വൺ പീസ് length of one piece equal to 1/5 of 2 അല്ലേ? 5 ഈക്വൽ പാർട്ടാണ് ആക്കിയത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5. ഒരു പീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2/5 ആണ്. നെക്സ്റ്റ് എന്ത് ചെയ്തു? ഈ 2/5 ലെങ്ത് ഉള്ളതിനെ 3/4 ആക്കി വീണ്ടും ഡിവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3/4 ഓഫ് വൺ പീസ്? ഈ 2/5ൻ്റെ 3/4 എന്ന് പറയുമ്പോൾ 3/4 അല്ലേ? അപ്പോൾ എന്താ വരിക? 3/4 ഓഫ് 2/5. 2/5ൻ്റെ 3/4 കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 3/4 ഇൻറ്റു 2/5. ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 2 6. ഡിനോമിനേറ്റേഴ്സ് 4 ഇൻറ്റു 5 20. 6/20 മീറ്ററാണ് വരുന്നത്. ഓക്കെ, 2/5ൻ്റെ 3/4 എന്ന് പറയുന്നത് 6/20. ഹൗ മെനി സെൻറ്റിമീറ്റേഴ്സ് ഈസ് ദിസ്? 6/20 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്? മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 6/20 ഇൻറ്റു 100. ദറ്റ് ഈസ് ഈക്വൽ ടു 600 ഡിവൈഡഡ് ബൈ 20. 600നെ 20 ഇട്ട് ഡിവൈഡ്. 0 0 ക്യാൻസൽ ചെയ്തു. 60/2 എന്ന് പറയുന്നത് 30 അല്ലേ? 30 സെൻറ്റിമീറ്റർ. 6/20 മീറ്റർ എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്ററാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 liters of water is used to fill 4 identical bottles. One bottle is used to fill 5 identical cups. How much water is in 1 cup? How many milliliters is this? അതായത് 3 ലിറ്റർ വാട്ടർ യൂസ് ചെയ്തിട്ട് 4 ബോട്ടിൽസ് ഫില്ല് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതിലൊരു ബോട്ടിൽ എടുത്തിട്ട് അടുത്ത വാട്ടർ യൂസ് ചെയ്തിട്ട് 5 ഐഡൻറ്റിക്കൽ കപ്പുകൾ ഫില്ല് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിലൊരു കപ്പിൽ എത്ര ലിറ്റർ വാട്ടർ ഉണ്ടായിരിക്കും എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ്, ആ കപ്പിലെ വാട്ടർ എത്ര മില്ലി ലിറ്റർ ആണെന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ബോട്ടിലത്തെ വാട്ടർ എത്ര ആയിരിക്കും വരിക? വാട്ടർ ഇൻ 1 ബോട്ടിൽ ഈക്വൽ ടു വാട്ടർ ഇൻ 1 ബോട്ടിൽ ഈക്വൽ ടു എന്താ വരിക? 4 ഐഡൻറ്റിക്കൽ ബോട്ടിൽസ് ആണല്ലേ? അപ്പോൾ 1/4 ഓഫ് എത്ര ലിറ്റർ ഉണ്ട്? 3. 1/4 ഓഫ് 3 ദാറ്റ് ഈസ് 3/4. അപ്പോൾ ഓരോ ബോട്ടിലും 3/4 ലിറ്റർ വാട്ടർ ഉണ്ട്. ഇനി എന്ത് ചെയ്യാണ്? ഇത് ഒരു ബോട്ടിലത്തെ വാട്ടർ 5 കപ്പിൽ ഫില്ല് ചെയ്യാണ്. അപ്പോൾ വാട്ടർ ഇൻ 1 കപ്പ് ഈക്വൽ ടു എത്ര കപ്പിലാണ്? 5 കപ്പിൽ അല്ലേ? അപ്പോൾ 1/5 ഓഫ് 3/4 ദറ്റ് ഈസ് 1/5 ഇൻറ്റു 3/4 ദറ്റ് ഈസ് ഈക്വൽ ടു 3/5 ഇൻറ്റു 4 20. 3/20 ലിറ്റർ വാട്ടറാണ്
ഒരു കപ്പിൽ വരുന്നത്, അല്ലെങ്കിൽ ഓരോ കപ്പിലും 3/20 ലിറ്റർ വാട്ടർ ഉണ്ട്. ഇനി ഇതിനെ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ലിറ്ററിന് മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 3/20 ലിറ്റർ ഈക്വൽ ടു 3/20 ഇൻറ്റു 1000 മില്ലി ലിറ്റർ. എന്ത് വരും? 3 ഇൻറ്റു 1000 3000 ഡിവൈഡഡ് ബൈ 20. 3000നെ 20 ഇട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് സീറോസ് ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് 300/2 ദറ്റ് ഈസ് ഈക്വൽ ടു 150 അല്ലേ. 300ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 150 ആണല്ലോ. അപ്പോൾ 150 മില്ലി ലിറ്റർ ആണ് വരുന്നത്. 150 മില്ലി ലിറ്റർ. ഓക്കെ. നെക്സ്റ്റ് പ്രോബ്ലം. A 5 kilogram pumpkin is cut into 5 equal pieces. Each piece is further cut into 2. What is the weight of each such piece? How many grams is this? അതായത് 5 കിലോഗ്രാം വെയിറ്റുള്ളൊരു പംകിന് 5 ഈക്വൽ പീസസ് ആക്കി. അപ്പോൾ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 1 പീസ്? എത്ര ആയിരിക്കും ഒരു പീസിൻ്റെ വെയിറ്റ്? വെയിറ്റ് ഓഫ് 1 പീസ് ഈക്വൽ ടു 5 കിലോഗ്രാമിന് 5 ഈക്വൽ അല്ലേ. അപ്പോൾ 1/5 ഓഫ് 5 ദറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ 5 ദറ്റ് ഈസ് ഈക്വൽ ടു 1. ഒരു പീസിൻ്റെ വെയിറ്റ് 1 കിലോഗ്രാം ആണ്. ഇനി എന്ത് ചെയ്തു? ഇതിത്തെ ഒരു പീസ് എടുത്തിട്ട് 2 ഈക്വൽ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് 1 കിലോഗ്രാം ഓഫ് 1/2 കിലോഗ്രാം ഓഫ് 1 ഈക്വൽ ടു എന്ത് വരും? 1/2 ഇൻറ്റു 1 ദറ്റ് ഈസ് 1/2 കിലോഗ്രാം. അതായത് 1 കിലോഗ്രാമിനെ വീണ്ടും 2 ഈക്വൽ പീസസ് ആക്കുമ്പോൾ ഇതിൽ ഓരോ പീസിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് 1/2 കിലോഗ്രാം ആണ്. ഓക്കെ. 1/2 ഓഫ് 1 കിലോഗ്രാം ആണ് കേട്ടോ. അപ്പോൾ ഒരു പീസിൻ്റെ ലെങ്ത് 1/2 കിലോഗ്രാം ആണ്. ഈ 1/2 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാമാണ്? കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 1/2 ഇൻറ്റു 1000 അല്ലേ. 1000 ഗ്രാം 1000 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ 2 ദറ്റ് ഈസ് 500 ഗ്രാം. ഹാഫ് കിലോഗ്രാം എന്ന് പറയുന്നത് 500 ഗ്രാം ആണ്. കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3/7 ഓഫ് 2/5 എന്ത് വരും? ഓഫ് വന്ന എന്താ? മൾട്ടിപ്ലൈ ചെയ്യാനാണ് അല്ലേ. അപ്പോൾ 3/7 ഇൻറ്റു 2/5 ദറ്റ് ഈസ് 3 ഇൻറ്റു 2 ദറ്റ് ഈസ് 6 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 5 35 6/35. നെക്സ്റ്റ് നോക്കൂ 2/3 ഓഫ് 3/4. ഈ ഓഫ് വന്നെന്താ? മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യണം. 2/3 ഇൻറ്റു 3/4 ദറ്റ് ഈസ് 6 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4 12 6/12. നെക്സ്റ്റ് നോക്കൂ 3/5 ഓഫ് 2/7
ഓഫ് വന്നിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 3/5 ഇൻറ്റു 2/7 ദറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര എളുപ്പമാണ് അല്ലേ? 3 ഇൻറ്റു 2 6, 5 ഇൻറ്റു 7 35. നെക്സ്റ്റ് ഏതാ? 5/6 ഓഫ് 3/10. ഓഫ് വന്നാൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ എന്ത് വരും? 5 ഇൻറ്റു 3 ദറ്റ് ഈസ് 15. 6 ഇൻറ്റു 10 60. 15/60. ഓക്കെ, ഇതോടെ ഈ ടോപ്പിക്കിലെ എല്ലാ പ്രോബ്ലംസും ഫിനിഷ് ചെയ്തു. ഈ നെക്സ്റ്റ് ടോപ്പിക്കും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, ബൈ.